മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈശോയോട് ചോദിക്കുന്നു, നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ വലിയ ആഗ്രഹമാണ് നിത്യജീവൻ സ്വന്തമാക്കുക. അതിനുള്ള മറുപടിയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം. ഞാൻ അറിയുന്ന ഒരു യുവാവ്, വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു യുവാവ്, അവന് വിദേശത്ത് ഒരു നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമൊക്കെയുള്ള ജോലി. അവൻ വിദേശത്ത് പോയി 2-3 മാസം കഴിഞ്ഞപ്പോൾ വളരെ അസ്വസ്ഥതയുണ്ടാകുവാൻ തുടങ്ങി. ആ ജോലി സ്ഥലവും കൂടെ ജോലി ചെയ്തിരുന്നവരുമൊക്കെ അവന് അസ്വസ്ഥത ഉണ്ടാക്കുവാൻ തുടങ്ങി. കാരണം വളരെ കുത്തഴിഞ്ഞ ജീവിതം, മോറൽ ലൈഫ് വളരെ മോശം. ജീവിത സാഹചര്യങ്ങളൊക്കെ നല്ലതാണ് എങ്കിലും അവൻ്റെ വിശ്വാസ ജീവിതത്തിന്, പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി. അവന് പ്രാർത്ഥിക്കുവാനോ ദിവ്യബലി അർപ്പിക്കുവാനോ കൂദാശകൾ സ്വീകരിക്കുവാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. മാത്രമല്ല, അവനെ അതൊത്തിരി സാരമായി ബാധിക്കുകയും ചെയ്തു. അവനൊരു തീരുമാനമെടുത്തു, എനിക്ക് ഈ ജോലി വേണ്ട. അവൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചു. പിന്നീട് അതൊരു വലിയ ജോലിയായി. പക്ഷേ നാട്ടിൽ വന്ന് ജീവിച്ചപ്പോൾ അവൻ പറയുന്നു, എനിക്കെൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുമായി ഒന്നിച്ച് ജീവിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അതിനാണ് ഞാൻ കൂടുതൽ വില കൊടുക്കുന്നത്. പലരും അവനെ മണ്ടൻ എന്ന് വിളിച്ചു. ഇത്രയും നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് നീ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നു. പക്ഷേ അവന് ഒരു കാര്യം വില കൊടുത്തിരുന്നു, എൻ്റെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം, അതിനൊരിക്കലും കോട്ടമുണ്ടാകരുത്. അവൻ്റെ വിശ്വാസത്തിന് വേണ്ടി അവനൊരു വലിയ ത്യാഗം തന്നെ ചെയ്തു. ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്ത അവൻ്റെ മനസ്സിനെ ലോകം അംഗീകരിച്ചില്ല, പക്ഷേ ദൈവം അംഗീകരിച്ചു. അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതും. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അതൊരു ആത്മപ്രശംസയായിരുന്നില്ല, സ്വയം പുകഴ്ത്തലായിരുന്നില്ല, ഒരു അഭിമാന പ്രകടനമൊന്നും ആയിരുന്നില്ല. പത്രോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് എന്ത് ഫലം കിട്ടും എന്നുള്ള ഒരു ചോദ്യം. ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുവാൻ പോവുക? നമ്മളോടൊക്കെ പലരെയും ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്, ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഈ ധ്യാനമെല്ലാം കൂടിയിട്ട്, ഈ വചനമെല്ലാം കൂടിയിട്ട് എന്ത് പ്രയോജനമാണ് നിനക്കുള്ളത്? വെറുതെ സമയം കളയുകയല്ലേ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കാറുണ്ട്. എന്നാൽ ഈശോ പത്രോസിന് കൊടുത്ത ഉത്തരം, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാപിതാക്കളെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല, കൂടാതെ നിത്യജീവനും. അപ്പോൾ നിത്യജീവൻ ലഭിക്കുന്നത് ദൈവത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും ആത്മീയ ജീവിതത്തെയും പരിപോഷിപ്പിക്കുമ്പോഴാണ്. ചില ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, ചിലതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ വളർത്തിയെടുക്കുവാൻ. അതാണ് ഈശോ കൊടുക്കുന്ന മറുപടി. പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ സാധിക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ, എൻ്റെ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുവാൻ ഞാൻ എന്തൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്? പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കേട്ടു, പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധി എന്ന് പറയുന്നത്
പാപം ഒഴിവാക്കുക എന്നല്ല, പാപം ചെയ്യാതിരിക്കുക എന്നല്ല വിശുദ്ധി. നമ്മുടെ വാക്കുകളിൽ വിശുദ്ധി ഉണ്ടാകണം, നമ്മുടെ പ്രവൃത്തികളിൽ വിശുദ്ധി ഉണ്ടാകണം, നമ്മുടെ ചിന്തകളിൽ വിശുദ്ധി ഉണ്ടാകണം, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ സ്നേഹബന്ധങ്ങളിലുമൊക്കെ നമ്മൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കണം, ദൈവത്തെ പ്രതിഫലിപ്പിക്കണം. എന്നെ കേൾക്കുന്നവർ, എന്നെ അറിയുന്നവർ, ഞാനുമായി സ്നേഹബന്ധത്തിലായിരിക്കുന്നവരൊക്കെ എന്നിലൂടെ യേശുവിനെ കാണണം, യേശുവിനെ അറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജീവിതമായി മാറണം. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മളുടെ ജീവിതശൈലി, ഇതെല്ലാം യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന നിമിഷങ്ങളായി മാറണം. നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വിശുദ്ധിയിൽ വളരുവാൻ വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.